ഇപ്പം ഞാൻ എല്ലാം മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാണ് കേട്ടോ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ അധികം ഗ്യാസൊന്നും ചിലവൊന്നും ആകുന്നില്ല. അപ്പോൾ മൺചട്ടി നന്നായി ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് പെരുംജീരകം ചതച്ചതിട്ട് കൊടുത്ത് അതിലേക്ക് ഞാൻ സവോള ഒരു 4 ഉണ്ട് അരിഞ്ഞതിട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് സവോള നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ സവോള അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനൊരു 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ പച്ച ചവയൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അപ്പോൾ ഇതാ നമ്മുടെ ആ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മുട്ട 3 എടുത്തേക്കുന്നത്. 3 ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് ചൂടായതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചു. അതിന് ശേഷം നമുക്കത് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.